തിരുവനന്തപുരത്ത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. വെഞ്ഞാറമ്മൂട് പുല്ലമ്പാറയിലായിരുന്നു അപകടം. ചക്കക്കാട് കുന്നുംപുറം സ്വദേശിയായ അരുണാണ് മരിച്ചത്. വിവരങ്ങളുമായി അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? നേരത്തെ മലപ്പുറം ഭാഗത്തും ഇതേപോലെ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിക്കുന്ന സംഭവം ഉണ്ടായി. ഇതുപോലെ ചെറുപ്പക്കാരനാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് അവിടെ വലിയ പ്രതിഷേധം എന്തെങ്കിലും ഉണ്ടോ? ആരുടെ പറമ്പിലെ പന്നിക്കണിയിൽ നിന്നാണ് ഷോക്കേറ്റത്? അരുൺ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. രാത്രി 1 മണിക്ക് ശേഷമാണ് ഇത്തരമൊരു അപകടമുണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഈ പന്നിശല്യം രൂക്ഷമായതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക് ഷോക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു പന്നികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. ഇന്നലെ ഈ മരിച്ച ഉണ്ണി എന്ന് വിളിക്കുന്ന അരുണും സുഹൃത്തുക്കളും ആറ്റിൽ മീൻ പിടിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. രാത്രിയൂടെ ആയതുകൊണ്ട് ഈ വേലി അല്ലെങ്കിൽ ഈ പന്നിക്കണി വേലി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിൽ നിന്ന് ഷോക്കേറ്റ് അരുൺ മരിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ കൂടിയുണ്ട്. അവർക്ക് അങ്ങനെ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. 36 വയസ്സുകാരനാണ് മരിച്ച അരുൺ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന വഴി വഴിയരികിലുണ്ടായിരുന്ന മറ്റൊരു വസ്തു കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഏതായാലും വെഞ്ഞാറമ്മൂട് പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പന്നിശല്യം രൂക്ഷമായതുകൊണ്ട് അങ്ങനെ വെച്ചതാണോ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോലീസും കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല. കാരണം ഈ സ്ഥലത്തേക്ക് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ അപകടമുണ്ടായത്. പിന്നീടാണ് ഈ മരണ വാർത്തയൊക്കെ അറിയുന്നതും പിന്നീടാണ്. പോലീസ് സംഘം ഇപ്പോൾ ആ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭ്യമാവുക. ഏതായിരുന്നാലും ഇന്നലെ രാത്രി സംഭവിച്ചത് എന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും.